ഇപ്പോൾ വി എസിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ, വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കാസർഗോഡ് നിന്നും ലീല നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലീല, വി എസ് എന്ന ആ വിപ്ലവ നായകനെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഹലോ ലീല, വി എസ് എന്ന വലിയ പോരാളിയെ, വിപ്ലവ നായകനെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ആ വിപ്ലവ നായകനെ ഒരു പിടി രക്തപുഷ്പം അർപ്പിക്കാൻ വേണ്ടി വിളിച്ചത്. ഇന്നും നമ്മളിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് നന്ദി ലീല. കാസർഗോഡ് നിന്നും സഖാവിന് ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. ഇത്തരത്തിൽ സാധാരണക്കാരായ നിരവധി പേരുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയാണ് പ്രിയ സഖാവ് യാത്രയാകുന്നത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ കർമ്മമണ്ഡലവും പ്രവർത്തന മണ്ഡലവും എല്ലാമായിരുന്ന ആലപ്പുഴയുടെ മണ്ണിൽ അദ്ദേഹം ഇന്ന് അന്ത്യവിശ്രമം കൊള്ളും. ഇപ്പോഴും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ പൊതുദർശനം തുടരുകയാണ്. നേരത്തെ സമയപരിമിതിയും അതുപോലെ തന്നെ ജനപ്രവാഹത്തിൻ്റെ അതിപ്രസരവുമെല്ലാം കണക്കിലെടുത്ത ഒരു പക്ഷേ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെ പൊതുദർശനം അരമണിക്കൂറായി വെട്ടിച്ചുരുക്കിയേക്കും എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തെ കാണാനായി കാത്തു നിൽക്കുന്നവരുടെ വലിയ നീണ്ട നിര അത്തരത്തിൽ പൊതുദർശനം വെട്ടിച്ചുരുക്കാൻ അതെത്രമാത്രം പ്രായോഗികമായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഉയർത്തുന്നത്. സജ്ജീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ജലജ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജലജ, വി എസ് എന്ന കേരളം കണ്ട ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് തന്നെ പറയാവുന്ന ഒരാൾ വിട പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് വി എസ് എന്ന ആ നേതാവിനെ ഓർത്തെടുക്കുന്നത്?
തിരുവനന്തപുരത്തു നിന്നും ജലജയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ജലജ, VS എന്ന ആ മഹാനായ നേതാവിനെ എങ്ങനെയാണ് ജലജ ഓർത്തെടുക്കുന്നത്? ജനങ്ങളെ കൂടെ ഒപ്പം നിന്നിരുന്ന ഒരു മന്ത്രിയായിരുന്നു. ഇനി അച്ചുമാമനെ പോലെ ഭരണം കാഴ്ചവെക്കുന്ന ആരും ഉണ്ടാവുമെന്ന് പറയാനും പറ്റത്തില്ല. ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ചെറുപ്രായം തൊട്ട് ഞങ്ങൾ കേട്ട് വന്നവരാണ് അച്ചുമാമനെ പറ്റി. എൻ്റെ അച്ഛനും എല്ലാവരും എപ്പോഴും പറയുമായിരുന്നു, നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. ലോകത്തിന് നന്മകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പാവപ്പെട്ടവർക്കൊപ്പം നിന്നിട്ടുകൊണ്ട് ഇതേപോലെ ഒരു മനുഷ്യൻ ഇനി ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. നന്ദി ജലജ. ജലജയെ പോലെ നിരവധി പേരാണ് തങ്ങളുടെ പ്രിയപ്പെട്ട അച്ചുമാമൻ എന്ന ആ പദത്തിലൂടെ VSനെ വിശേഷിപ്പിച്ചുകൊണ്ട് നമ്മളോട് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം മുതൽ നമുക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേറെയും ഇത്തരത്തിൽ ഞങ്ങൾക്ക് അച്ചുമാമൻ എന്നേ വിളിക്കാനാകൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങളായിരുന്നു. അത്രമാത്രം കാർക്കശ്യങ്ങളൊട്ടുമില്ലാത്ത ഒരാളായി ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പതിങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരേ സമയം കലഹിക്കുന്ന പാർട്ടിയോടും പാർട്ടിക്ക് പുറത്തെ വ്യവസ്ഥിതിയോടും സമൂഹത്തിലെ എല്ലാത്തിനോടും കലഹിക്കുന്ന രാഷ്ട്രീയമുള്ള വാശിയുള്ള ഒരു രാഷ്ട്രീയക്കാരനായി നിലനിൽക്കുമ്പോഴും സാധാരണക്കാർക്കിടയിൽ, അതും സാധാരണക്കാരിൽ സാധാരണക്കാരായ തൊഴിലാളി വർഗത്തിൽപ്പെട്ട, അടിസ്ഥാന വർഗത്തിൽപ്പെട്ട, പലപ്പോഴും സമൂഹത്തിൻ്റെ അടിത്തട്ടിൽപ്പെട്ട ആളുകൾക്കിടയിൽ അദ്ദേഹം ഇപ്പോൾ കേട്ടതുപോലെ ഏറ്റവും നൈർമല്യമുള്ള അച്ചുമാമനായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ കൂടുതൽ വേദനിപ്പിക്കുന്നതാക്കുന്നുണ്ട്. ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കില്ലാത്ത ആ ഒരു വാത്സല്യപൂർണമായ, ആ ഒരു നൈർമല്യപൂർണമായ ഒരു വിശേഷണം അവസാനിപ്പിച്ചുകൊണ്ടാണ് VS അച്യുതാനന്ദൻ എന്ന സാധാരണക്കാരുടെ അച്ചുമാമൻ കടന്നു പോകുന്നത്. അത്രമേൽ സാർത്ഥകമായിരുന്ന ഒരു ജീവിതത്തിൻ്റെ അടയാളങ്ങൾ അത് ആലപ്പുഴയിൽ, പുന്നപ്രയിൽ, വയലാറിൽ മാത്രമല്ല കേരളത്തിൽ എല്ലായിടത്തും ആകുമോ എന്നുള്ളതാണ്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലായിടത്തും ഒരുപോലെ ജ്വലിച്ചു നിന്ന VSൻ്റെ ഓർമ്മകൾ പങ്കിടാൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നും നാരായണനാണ്. നാരായണൻ, എങ്ങനെയാണ് VS എന്ന നേതാവിനെ താങ്കൾ ഓർത്തെടുക്കുന്നത്? എന്ന നേതാവിനെ എനിക്ക് 72 വയസ്സ്. VS എന്ന നേതാവിനെ ഞാൻ ഓർത്തെടുക്കുന്നു. അയാൾ ചെയ്ത കാര്യങ്ങൾ അതിനെപ്പറ്റി പഠിച്ചു. അതാണ് വരേന വർഗത്തിനെതിരായി ആദ്യം വരേന വർഗം ഭൂപ്രമാണത്തിനെതിരായി നീങ്ങി, അയിത്താജാത്തിനെതിരായി നീങ്ങി, അടിമത്തിന് തൊഴിലിന് കൂലിക്ക കൊണ്ടെത്തിയത് നീങ്ങി. അതാ എല്ലാവരും അയാളെ വയനച്ച് അടിച്ച് കാലിട്ടെത്തി ബ്രിട്ടീഷ് പട്ടാളം ഒന്നും പട്ട. ആ VS 102 വയസ്സ് വരെ എത്തി. അതിൽ കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ അയാൾ കേരളം ഉണ്ടാക്കി ജനത്തേക്ക് EMS എല്ലാം കേരളം ഉണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക്, ഇന്നത്തെ നമ്മൾ കേരളം നിലനിൽക്കാൻ വേണ്ടി മുഖ്യ പങ്ക് വഹിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തി അതാണ് VS. അതുപോലെ അതുപോലെ ലാൽ സലാം സദാവ് പോയി വരാൻ പോകാൻ പറ്റൂല. സദാവ് ലാൽ സലാം, ലാൽ സലാം. അതാണ് നാടാണ് തലമുറയിൽ. നന്ദി ശ്രീ നാരായണൻ. നാരായണൻ പറഞ്ഞതുപോലെയൊക്കെ വരേണ്യവർഗത്തിനെതിരായി, ആ ഒരു ഉച്ചനീചത്വങ്ങൾക്ക് എതിരായി തൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ VS പ്രവർത്തനം ആരംഭിച്ചിരുന്നു.
തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ട ശേഷം അച്ഛനായിരുന്നു എല്ലാം. അക്കാലത്ത് അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം അദ്ദേഹം തന്നെ VS-ൻ്റെ വാക്കുകളിൽ തന്നെ അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. VS-നെ ഉയർന്ന ജാതിയിലുള്ള ചില കുട്ടികൾ കളിയാക്കിയപ്പോൾ VS-ൻ്റെ അച്ഛൻ ഒരരഞ്ഞാണം നിർമ്മിച്ചു കൊടുക്കുകയും അതിന് തുഞ്ചത്ത് കനമുള്ള ഒരു ലോഹ ഗോളം നിർമ്മിച്ചു നൽകുകയും ചെയ്തു. ഇനി ആരെങ്കിലും ജാതിയുടെയോ നിറത്തിൻ്റെയോ വിവേചനങ്ങളുടെ പേരിൽ അധിക്ഷേപിച്ചാൽ അരഞ്ഞാണമൂരി അടിച്ചോളാൻ നിർദ്ദേശവും കൊടുത്തു. അന്ന് അച്ഛൻ്റെ ആ നിർദ്ദേശം അതേപടി അനുസരിച്ചുകൊണ്ട് VS ആരംഭിച്ചതാണ് അസമത്വങ്ങൾക്കെതിരെയും ചൂഷണങ്ങൾക്കെതിരെയുമുള്ള പോരാട്ടം. അതുകൊണ്ട് തന്നെയാണ് ചൂഷണമുള്ള ഇടത്തോളം കാലം ലോകത്ത് ആരെങ്കിലും ഏതെങ്കിലും ജനത ചൂഷണത്തിനിരയാവുന്നിടത്തോളം കാലം VS-ഉം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ പോരാട്ടവും ഓർമ്മിക്കപ്പെടും എന്നും പറയുന്നത്. താൻ രോഗശയ്യയിലായിരുന്നപ്പോൾ പോലും അദ്ദേഹം ചൂഷണം ചെയ്യപ്പെട്ട ആളുകളെക്കുറിച്ച് ഓർത്തായിരിക്കും ആവലാതിപ്പെട്ടിട്ടുണ്ടാവുക. യുദ്ധമെല്ലാം രൂക്ഷമാകുന്നതിനും എത്രയോ മുൻപ് 2014 അദ്ദേഹം പാലസ്തീനോട് കലാപത്തിന് ആഹ്വാനം ചെയ്ത മനുഷ്യനാണ്. ഒരുപക്ഷെ രോഗശയ്യയിലല്ലായിരുന്നുവെങ്കിൽ, പ്രായം തളർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഐക്യദാർഢ്യ സദസ്സുകളിൽ അടക്കം ഫലസ്തീനു വേണ്ടി ആദ്യം മുഷ്ടി ഉയർത്തുക VS ആയിരുന്നിരിക്കും. അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസത്തിൽ പോലും അടിച്ചമർത്തപ്പെട്ടവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, നീതിക്കായി സമരം ചെയ്യുന്നവരുടെ സമര പന്തലുകളിലേക്ക് പോവാനായിരുന്നിരിക്കും VS ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവസാന ശ്വാസം വരെയും VS എന്ന രാഷ്ട്രീയക്കാരൻ്റെ, VS എന്ന പോരാളിയുടെ, VS എന്ന വിപ്ലവകാരിയുടെ ജീവിതം സാർത്ഥകമായിരുന്നു എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തിച്ചേർന്നിട്ടുള്ള മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന, ഒരുപക്ഷെ പൊതുദർശനം അവസാനിച്ച് തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കില്ല എന്നറിഞ്ഞിട്ടും ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിലും വേലിക്കകത്ത് വീടിന് ചുറ്റും വഴിയരികിലുമെല്ലാം കാത്തു നിൽക്കുന്ന ജനസാഗരം അതിൻ്റെ തെളിവായി മാറുകയാണ്.
എന്ന ആ പടനായകനെ, സമരനായകനെ അവസാനമായി ഒരു നോക്കു കാണാൻ ഒഴുകിയെത്തുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ അങ്ങനെ നീളുന്നു. ഇതിൽ പ്രായഭേദമന്യേ ചെറുപ്പക്കാരെന്നോ കുട്ടികളെന്നോ